അധികാരികളോടാണ് ഞങ്ങൾ ഈ വാർത്ത എത്തിക്കുന്നത്. കാരണം ഇത്തരത്തിൽ വിഷാംശം കലർന്ന അല്ലെങ്കിൽ വിഷം കലർന്ന തരത്തിലുള്ള അപകടകരമായ രീതിയിലുള്ള ഈ ആഫ്രിക്കൻ പക്ഷികളെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് നീക്കം ചെയ്യണം. നേരത്തെ ഇത്ര നമ്മൾ കണ്ടിട്ടില്ല. നമുക്ക് പരിചിതമല്ല. വ്യാപകമായ രീതിയിലും കൗതുകത്തിനപ്പുറം ഏറെ അപകടകരമായിട്ടുള്ളൊരു കാഴ്ചയാണെന്ന് പിന്നീട് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞു. ഇതിന് വിഷാംശം ഉണ്ടെന്നാ പറയുന്നത്. ഇതിനകത്ത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് മാരകമായ വിഷമാണെന്ന് പറയുന്നുണ്ട്. ഭീമാകാരമായ രീതിയിലുള്ള ഒരു രീതിയിലാണ് ഈ ഒച്ച. തെക്കൻ കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് ഇത്രമാത്രം നമ്മൾ വിഷുവാക്കി ഉള്ളത്. മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കാത്തതാണ് പ്രധാനമായും ഇത്തരത്തിലുള്ള ആഫ്രിക്കൻ ഒച്ചുകളൊക്കെ കടന്നു കയറുന്നത്. മാരകമായ പ്രശ്നത്തിലേക്ക്, ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് പോകുന്നുണ്ട്. അത് എത്രയും വേഗം മതിലുകളിൽ നൂറുകണക്കിനല്ല ആയിരക്കണക്കിന് ഒച്ചുകളാണ് ഇത്തരത്തിൽ എഴുതുകൊണ്ട് ഇങ്ങനെ മതിലൂടെ കയറി പോകുന്ന കാഴ്ച. എല്ലാവർക്കും നമസ്കാരം. കൊല്ലം ജില്ലയിലെ പുത്തൂർ ഭരണിക്കാവിലൂടെ യാത്ര ചെയ്യുമ്പോൾ തന്നെ ഒരു കൗതുകകരമായ കാഴ്ച കണ്ടിട്ടാണ് ഞങ്ങളിവിടെ വണ്ടി നിർത്തിയത്. പക്ഷേ ഇത് കൗതുകത്തിനപ്പുറം ഏറെ അപകടകരമായിട്ടുള്ളൊരു കാഴ്ചയാണെന്ന് പിന്നീട് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞു. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഭരണിക്കാവിലാണ്. ഇവിടെ റോഡിന് വശത്തായിട്ട് ഏകദേശം കിലോമീറ്ററോളം ദൂരത്തിൽ ആഫ്രിക്കൻ ഒച്ചുകൾ മതിലിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന കാഴ്ചയായിരുന്നു. നമ്മൾ കണ്ടിട്ടുണ്ട്, ഒച്ചുകളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, വളരെ ചെറിയ ടൈപ്പിലാണ്. പക്ഷെ ഇതെല്ലാം വളരെ വലിയ രീതിയിലുള്ള ഒച്ചുകളുടെ ഒരു അതായത് മതിലുകളിൽ നൂറുകണക്കിനല്ല ആയിരക്കണക്കിന് ഒച്ചുകളാണ് ഇത്തരത്തിൽ എഴുതുകൊണ്ട് ഇങ്ങനെ മതിലൂടെ കയറി പോകുന്ന കാഴ്ച കണ്ടത്. ഇത് മഴക്കാലത്ത് മാത്രം വരുന്ന അപൂർവമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഈ നാട്ടുകാരൊക്കെ വളരെയധികം പേടിയിലും ആശങ്കയിലുമാണ്. കാരണം വലിയ രീതിയിലുള്ള വിഷം ഉള്ള തരത്തിലുള്ള അപകടകാരികളായിട്ടുള്ള ഒച്ചുകളാണ് ഈ മരത്തിലും അതോടൊപ്പം തന്നെ ഈ ഒരു മതിലിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്നു. സമീപത്തെ കാഷ്യൂ കോർപ്പറേഷന്റെ കമ്പനിക്കുള്ളിലേക്ക് കടന്നാൽ ഇതിലും ഭീകരമാണ് കാഴ്ചകളെന്നാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത്. ഏതായാലും ഈ ആഫ്രിക്കൻ ഒച്ചുകളുടെ വലിയ ഒരു നിര ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഭരണിക്കാവ് ഭാഗത്ത്, അതായത് അടൂർ റോഡിലാണ് ഇപ്പൊ ഈ കാണുന്നത്. ഇത് വളരെ നമുക്ക് അറിയാം, ഈ ഒച്ചുകളുടെയൊക്കെ ഒരു വലിയ നിര എന്ന് പറയുമ്പോൾ ഇത് ദേഹത്ത് ടച്ച് ചെയ്താൽ തന്നെ വലിയ അപകടം സംഭവിക്കുന്ന തരത്തിലാണ്. ഇപ്പൊ ഇവിടുത്തെ പ്രദേശവാസികളാണ് ഇപ്പൊ ഇവിടെ ഉള്ളത്. ഈ ഒരു ആഫ്രിക്കൻ ഒച്ചിനെ ശരിക്കും ഇവിടെ മഴക്കാലത്ത് മാത്രം കാണപ്പെടുന്നതാണല്ലേ? മഴക്കാലത്ത് മാത്രമേ അത് കാണപ്പെടുന്നത്. ഇതിപ്പം വ്യാപകമായിട്ട് നേരത്തെ ഇത്ര നമ്മൾ കണ്ടിട്ടില്ല. നമുക്ക് പരിചിതമല്ല. ഇപ്പൊ വ്യാപകമായ രീതിയിലും മനുഷ്യന് അസ്വസ്ഥ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ഒച്ചിന്റെ ഇത് വന്നത്. കൃഷികളെ വ്യാപകമായിട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നെൽവയലുകൾ അതുപോലുള്ള എല്ലാ ഈ കൃഷിയിടങ്ങളിലെല്ലാം ഇത് വാഴ ഒക്കെ വൻ നാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിന് വിഷാംശം ഉണ്ടെന്നാ പറയുന്നത്. ഇതിനകത്ത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് മാരകമായ വിഷമാണെന്നൊക്കെ പറയുന്നുണ്ട്. വലിപ്പത്തിലുള്ള ഒച്ചുകളാണ്, നമുക്കറിയാം. സാധാരണ ഒരു ചെറിയ വലിപ്പം. തെക്കൻ കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് ഇത്രമാത്രം ഇത് നമ്മൾ വിഷുവായിട്ട് ഉള്ളത്. ഏറ്റവും നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ ഈ തൊട്ടടുത്ത കാഷ്യൂ ഫാക്ടറിയിലെ ജീവനക്കാർക്കൊന്നും അതിനകത്ത് ഇരിക്കാൻ പറ്റുന്നില്ല, അത്രത്തോളമാണ്. അതായിരിക്കാം, അവർക്ക് അനുഭവമാവുന്നുണ്ടായിരിക്കാം. പക്ഷെ അവർ പ്രതികരിക്കുന്നോ നമുക്കറിയില്ല. അതിന് ഒരു ഗവൺമെന്റിന്റെ പശ്ചാത്തലത്തിൽ അങ്ങനെ പ്രതികരിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഇതിനെയൊക്കെ ഒഴിവാക്കേണ്ടത് തന്നെയാണ്. ഇത് മനുഷ്യന് വളരെയേറെ ആപത്താണ്. അതുപോലെ കുട്ടികൾക്കൊക്കെ അത് കൗതുകമായിട്ട് തോന്നുകയും ചിലപ്പോൾ അവരിതിനെ എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത് ഒരു മാരകമായ പ്രശ്നത്തിലേക്ക്, ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് പോകുന്നുണ്ട്. അത് എത്രയും വേഗം ഇത് ഇവിടുന്ന് നിർമ്മാണം അത്യാവശ്യമാണ്. റോഡിന്റെ ഈ ഇരുവശത്തും ഉണ്ടെങ്കിലും ഈ കാഷ്യൂ കോർപ്പറേഷന്റെ സൈഡിലായിട്ട് കുറച്ച് മരങ്ങളുണ്ട്. ഈ മരങ്ങളുടെ ഇടയിലാണ് ഇത്തരത്തിൽ ഒച്ചുകൾ ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ മതിലുകളിലേക്ക് ഇടയുന്നു. ഭീമാകാരമായ രീതിയിലുള്ള ഒരു രീതിയിലാണ് ഈ ഒച്ചുകൾ. നമുക്ക് സാധാരണ നമ്മുടെ മഴക്കാല സമയങ്ങളിൽ നമ്മുടെ ഈ വയലിലൊക്കെ കാണുന്ന നത്തയ്ക്ക ഉണ്ടല്ലോ, ഈ നത്തയ്ക്കയുടെ പോലെ നമുക്ക് തോന്നുമെങ്കിലും ഇത് അല്ല. ഇത് ശരിക്കും നല്ല വലിയ വലിപ്പത്തിലുള്ള ഒച്ചുകളാണ്, ആഫ്രിക്കൻ ഒച്ചുകളാണ്. ഇത് വലിയ രീതിയിലുള്ള അപകടകാരികളാണ്. കുഞ്ഞുങ്ങളാരും ഈ ഒരു ആഫ്രിക്കൻ ഒച്ചിന്റെ ഇതിനെ കാണുമ്പോൾ കൗതുകം കൊണ്ട് ചിലപ്പോൾ തൊട്ട് നോക്കിയേക്കാം. ഇത്തരത്തിൽ തൊട്ട് നോക്കരുത് എന്നൊക്കെ നാട്ടുകാർ പറയുന്നുണ്ട്. വലിയ രീതിയിൽ മതിലിൽ തന്നെ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുകയാണ്. വീടുകളിലൊക്കെ, ഈ സമീപത്തെ വീടുകളിലേക്കൊക്കെ ഇഴഞ്ഞു കയറുന്നു എന്നൊക്കെ നാട്ടുകാർ പറയുന്നു. ഏതായാലും ഇത് കൗതുകം കൊണ്ട് ഞങ്ങൾ നിർത്തി നോക്കിയതാണെങ്കിലും ഇത്രയും അപകടകരമായിട്ടുള്ള രീതിയിലാണ് ഇവിടുത്തെ അധികാരികളോടാണ് ഞങ്ങൾ ഈ വാർത്ത എത്തിക്കുന്നത്.
കാരണം ഇത്തരത്തിൽ വിഷാംശം കലർന്ന അല്ലെങ്കിൽ വിഷം കലർന്ന തരത്തിലുള്ള അപകടകരമായ രീതിയിലുള്ള ഈ ആഫ്രിക്കൻ ഒച്ചുകളെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് നീക്കം ചെയ്യണം. കാരണം സമീപത്തെ കാഷ്യൂ കോർപ്പറേഷനിൽ ജോലി ചെയ്യുന്നവർക്ക് വളരെ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഇത് അപകടകരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ്. ഏതായാലും ഇവിടുന്ന് അങ്ങറ്റം വരെ നീണ്ടു കിടക്കുന്ന ഒച്ചുകളുടെ ഒരു കാഴ്ചയാണ് ഞങ്ങളെ ഏറ്റവും അധികം അമ്പരപ്പിച്ചത്. കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് മഴക്കാലമാണ്, മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കാത്തതാണ് പ്രധാനമായും ഇത്തരത്തിലുള്ള ആഫ്രിക്കൻ ഒച്ചുകളൊക്കെ കടന്നു കയറുന്നത്. ഇതിന് കൃത്യമായ നടപടി ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ക്യാമറമാൻ അൻഷാദിനൊപ്പം വിസ്മാൻ.